അവർ അതിട്ടാൽ ബർമുട, ഞങ്ങളാണ് അതിടുന്നതെങ്കിൽ വള്ളി നിക്കർ. എന്ത് മികച്ച മലക്കം മറിച്ചിലാണത്! CPIM-ന്റെ അവസരവാദ രാഷ്ട്രീയത്തെ പൊളിച്ചടുക്കുകയാണ് കൊല്ലം MP ആയ NK പ്രേമചന്ദ്രൻ. 2014 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിച്ച NK പ്രേമചന്ദ്രനെ അന്ന് പിണറായി വിജയൻ അഭിസംബോധന ചെയ്ത വാക്കുകൾ ഒരിക്കലും രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. പരനാറി പ്രയോഗം അത് അതിര് കടന്നതുകൊണ്ട് തന്നെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം പിന്നീട് CPIM-ന് ഇന്നേവരെ കിട്ടാക്കനിയായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും NK പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ വേണ്ടി CPIM നടത്തിയ ശ്രമങ്ങളെല്ലാം എന്നേ വ്യർത്ഥമായതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയെല്ലാം ലഘുലേഖകളായി ചിത്രീകരിച്ചും അത് എല്ലായിടത്തും വിതരണം ചെയ്തും കണ്ടോ പ്രധാനമന്ത്രിയുടെ അടുത്തയാളാ എന്ന് പറഞ്ഞുകൊണ്ട് NK പ്രേമചന്ദ്രനെ BJP-കാരനാക്കാൻ ഒരുപാട് ശ്രമം നടത്തി നോക്കി. എന്നാൽ ഇപ്പോൾ നിർമ്മല സീതാരാമനുമായി തിരക്കിട്ട ചർച്ച നടത്തുന്നത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ ഒഴിഞ്ഞിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ കൃത്യമായി പറയുന്നു, സംഘപരിവാറും CPIM-ഉം തമ്മിലുള്ള അന്തർധാര കൂടുതൽ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എല്ലാ രീതിയിലും തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാവം CPI-കാരാണ്. CPI-കാരോട് എനിക്ക് വലിയ സഹതാപമുണ്ട്. അതുമാത്രമല്ല, NK പ്രേമചന്ദ്രൻ തൻ്റെ 2006-11 കാലഘട്ടത്തിലെ VS മന്ത്രിസഭയിലെ അനുഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തൻ്റെ കൂടെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് സഖാവ് ബിനോയ് വിശ്വം. അദ്ദേഹമാണ് ഇപ്പോൾ CPI-യുടെ പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിനെ കണ്ട് കൃത്യമായി അഭിപ്രായം പറയണമെന്നുണ്ട്. അദ്ദേഹം ഏത് നിലയ്ക്കെടുക്കും എന്നറിയില്ല. CPI ഇപ്പോൾ പാതാളക്കരണ്ടി തോണ്ടുകയാണ്. CPI-യിലെ പല നേതാക്കൾക്കും കോൺഗ്രസിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, അതല്ലെങ്കിൽ UDF-ൽ. അതിന് കാരണമാകുന്നതിന് പല രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്. CPI നേതാക്കൾ തുറന്നടിക്കുന്നത് പിണറായി വിജയനെതിരെയും അക്രമ ഫാസിസത്തിനെതിരെയുമാണ്. CPM-ന്റെ നെറികെട്ട കളികൾ കണ്ണൂർ ജില്ലയിൽ അവസാനിപ്പിക്കണമെന്നത് CPI-യുടെ ആ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്ന കാര്യമാണ്. ഏതായാലും വളരെ വൈകാതെ തന്നെ CPI ആ കടുത്ത തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളതെന്നു കൂടിയാണ് RSPയുടെ നേതാവായിട്ടുള്ള NK പ്രേമചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. പലപ്പോഴായി പിണറായി വിജയനും CPIM-ഉം പരിഹസിക്കുന്നത് RSP ഒരു ഈർക്കിൽ പാർട്ടിയാണ്, കൊല്ലം ജില്ലയിലല്ലാതെ വേറൊരിടത്തും പ്രാതിനിധ്യമില്ല, നിയമസഭാ മണ്ഡലത്തിലോ കോർപ്പറേഷനിലോ ഒന്നും അവർക്ക് സാന്നിധ്യമില്ല, ആകെ പ്രേമചന്ദ്രൻ മാത്രമാണ് അതിലെ ഒരേ ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞാണ് താറടിക്കുന്നത്. അതിന് ശക്തമായ ഒരു മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ കൂടി അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. CPIM-ന് അധികാര തുടർച്ച കിട്ടും എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണെന്നും NK പ്രേമചന്ദ്രൻ ചോദിക്കുകയാണ്. ഇത്രയേറെ ജനങ്ങളെ ദ്രോഹിച്ചതും പോരാ, ഇനി വീണ്ടും അധികാരത്തിൽ വരാം എന്ന വ്യാമോഹത്തിലാണ് 80 വയസ്സുകാരനായ പിണറായി കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും കുപ്പായം തുന്നി തച്ചിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ വിരട്ടലും വിലപേശലും ഒന്നും കേരളത്തിലെ ജനങ്ങളോട് വേണ്ട എന്നും NK പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു.